ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി മോളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണ സംവിധാനങ്ങളിൽ സുപ്രീം കോടതി എന്നൊരു ഭാഗം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചിറങ്ങാൻ പോകുന്നത്. പഠിച്ചിറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നാളെ നമ്മൾ റിവിഷൻ നടത്തുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം ബാക്കി പഠിക്കും. 2-3 ക്ലാസ് ഉണ്ടെങ്കിലേക്ക് നമുക്ക് സുപ്രീം കോടതിയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് പഠിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്ക്, അതായത് നമ്മൾ മഹാസമുദ്രങ്ങളെക്കുറിച്ച് ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സയൻസിനെ കുറച്ച് ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവിഷൻ ഇന്ന് നടത്തും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് കമൻറ്റിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, പിന്നെ നമുക്ക് LDC, LGS, LPUP പരീക്ഷകൾക്ക് ഓൺലൈൻ ബാച്ചുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലൈവ് ക്ലാസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. റെക്കോർഡ് ക്ലാസ് ഇല്ല, ഓൺലി ലൈവ് ക്ലാസ് മാത്രം. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പം ബാക്കിയാണൊക്കെ നമുക്ക് ക്ലാസ്സിന് ശേഷം സംസാരിക്കാം. പിന്നെ കഴിഞ്ഞ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ ആൾക്കാരുടെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ശരി, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. ഓക്കെ, സുപ്രീം കോടതിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഏത്? സുപ്രീം കോടതി. ഓക്കെ, സുപ്രീം കോടതിയെ കുറിച്ച് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ പിള്ളേരെ? ഉണ്ടോ ഇല്ലേ? സുദർശൻ എന്താ പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലേ? ആർട്ടിക്കിൾ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചില്ല. സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മൾ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ഇല്ലേ? റിട്ട് കാര്യങ്ങളൊന്നുമില്ല. സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ടോ ഇല്ലേ? ഉണ്ട്, അത് മതി എടാ, ഉണ്ട്. ഓക്കെ, എടാ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ? എടാ നമ്മുടെ ഭാഗം 5, എത്രാമത്തെ ഭാഗം? 5-ാമത്തെ ഭാഗം. എന്താണ് 5-ാമത്തെ ഭാഗം? 5-ാമത്തെ ഭാഗത്തിൽ 124-ാമത്തെ ആർട്ടിക്കിൾ മുതൽ 147-ാമത്തെ ആർട്ടിക്കിൾ വരെയാണ് എന്ത്? സുപ്രീം കോടതി. അപ്പോൾ എത്രാമത്തെ ഭാഗത്തിൽ? 5-ാമത്തെ ഭാഗത്തിൽ ഏത് ആർട്ടിക്കിൾ മുതൽ? 124-ാമത്തെ ആർട്ടിക്കിൾ മുതൽ 147-ാമത്തെ ആർട്ടിക്കിൾ വരെയാണ് എന്ത്? സുപ്രീം കോടതി. അപ്പം നമുക്കിങ്ങനെ ചോദിക്കും, സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? 124, 147. ഏത് ഭാഗത്തിലാണ്? 5-ാം ഭാഗത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ പരമോന്നത കോടതിയാണെന്ത്? അപ്പോൾ എന്താണ് സുപ്രീം കോടതി? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ എന്താണ് സുപ്രീം കോടതി? ഇന്ത്യയുടെ പരമോന്നത കോടതി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാ? ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാ? സുപ്രീം കോടതി. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും താങ്കൾ ഉത്തരം ചെയ്യും, എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനെന്നോ കാവൽക്കാരനെന്നോ ചോദിച്ചാൽ ആരാണ് പിള്ളേരെ? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനെന്നോ കാവൽക്കാരനെന്നോ ചോദിച്ചാൽ ആൻസർ എന്താണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഖജനാവിന്റെ കാവൽക്കാരൻ മുഖ്യമന്ത്രി കണിയുടെ ആരാണ്? CAG. ആരാണ്? CAG. CAG ആണ്. ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? CAG ആണ്. CAG ആണ് ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ ആരാണ്? UPSC ആണ് കേട്ടോ. മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ UPSC. അപ്പൊ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഭരണഘടനയുടെ കാവൽക്കാരൻ സംരക്ഷകൻ ആരാ? സുപ്രീം കോടതി. ഭരണഘടനയുടെ കാവൽക്കാരൻ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതി. അതുപോലെ തന്നെ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ UPSC. ഖജനാവിന്റെ കാവൽക്കാരൻ CAG. ഇടയ്ക്ക് ഖജനാവിന്റെ കാവൽക്കാരൻ അറിയപ്പെടുന്നത് CAG ആണ്. ഓക്കെ, ശരി. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് നമ്മുടെ രാജ്യത്തിൽ സുപ്രീം കോടതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 124 ആണ്. 124 കേട്ടോ. അപ്പോൾ സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 124 ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്, ഏത് വർഷത്തെ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 എന്തായി മാറിയത്? സുപ്രീം കോടതിയായി മാറിയത്. ഓക്കെ, അപ്പോൾ ഏത് ആക്ട് പറ? കുറച്ച് പറവില്ലല്ലേ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 എവിടാ? ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഏത് കോടതി? ഫെഡറൽ കോടതിയാണ് എന്തായി മാറിയത്? 1950 സുപ്രീം കോടതിയായി മാറിയത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് എന്തായി മാറിയത്? 1950 സുപ്രീം കോടതിയായി മാറി. 1950 സുപ്രീം കോടതിയായി മാറി. ഓക്കെ, അപ്പൊ 1950 ഏത് തീയതിയിലാണ് സുപ്രീം കോടതി നിലയിൽ വന്നത്?
1950 ജനുവരി 28. അവനെ കണ്ടുപടി അവന്. ജനുവരി 28. 1950 ജനുവരി 28 എന്ത് നിലയിൽ വന്ന പിള്ളേരെ? സുപ്രീം കോടതിയിൽ. അപ്പൊ സുപ്രീം കോടതി നിലയിൽ വന്നപ്പോഴാ 1950 ജനുവരി 28. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വക്കീലന്മാര്, ജഡ്ജിമാര്, കേട്ടാ, അങ്ങനെ എഴുതി വെക്കരുത്. അത് എവിടെ നിന്നാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്? ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്. കേട്ടാ, മറക്കരുത് ഇതൊന്നും. ഓക്കെ, സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ് എന്ത്? സത്യമേ ചെയ്തേ. യഥോ ധർമ്മ സ്തതോജയ. എന്താണ്? യഥോ ധർമ്മ സ്തതോജയ. എന്താണ്? യഥോ ധർമ്മ സ്തതോജയ. ഇത് ഏതാ സിനിമയിലുണ്ടല്ലോ? സുരാജ് ഏതാ സിനിമയിൽ പറയുന്നുണ്ട്? സുരാജ്. യഥോ ധർമ്മ സ്തതോജയ. പറ, എന്താണ് ആപ്തവാക്യം? യഥോ ധർമ്മ സ്തതോജയ. പറ, യഥോ ധർമ്മ സ്തതോജയ. യഥോ ധർമ്മ സ്തതോജയ. ഓക്കെ. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം ഏതാണ്? നീതി ദേവതയൊന്നും അല്ലടേ, അതല്ല ശില്പം. സുപ്രീം കോടതിയിൽ ശില്പമുണ്ട്. ഒളിമ്പിക്സ് ഒന്നല്ല. ആകെ പറയാൻ പറ്റും. സുപ്രീം കോടതി കാണുന്ന ശില്പം ഏതാണ്? സുപ്രീം കോടതി ശില്പമുണ്ട്. അംബേദ്കർ എന്നല്ല, ഭാരതാംബേ. അമ്മയും കുഞ്ഞും. ആരാണ്? അമ്മയും കുഞ്ഞും. കേട്ടോ, സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പമാണ് ഏത്? അമ്മയും കുഞ്ഞും. സുപ്രീം കോടതി ഫ്രണ്ടിൽ ശില്പമുണ്ട്. അത് ഏതാണ്? അമ്മയും കുഞ്ഞുമാണ്. ഇത് ഏതാണ് അമ്മയെന്ന് ഏതൊരു കുഞ്ഞും ചോദിക്കില്ല. ഒരു അമ്മയും ഒരു കുഞ്ഞും. ഒരു അമ്മയും കുഞ്ഞും. ഓക്കെ. സുപ്രീം കോടതിയുടെ സ്ഥിര ആസ്ഥാനമാണ് ഏത്? തിലക് മാർഗ്, ന്യൂഡൽഹി. ഏതാണ്? തിലക് മാർഗ്, ന്യൂഡൽഹി. അപ്പൊ സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ഏതാണ് പിള്ളേരെ? തിലക് മാർഗ്, ന്യൂഡൽഹി. അതാണ് തിലക് മാർഗ്, ന്യൂഡൽഹി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്ന ആരാണ് കുട്ടികളെ? പാർലമെന്റ് ആണ്. ഏതാണ്? പാർലമെന്റ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം. സുപ്രീം കോടതി ആർട്ടിക്കിള് 124, 147 ഇന്ത്യയുടെ പരമോന്നത കോടതി. പരമോന്നത കോടതി അല്ലെങ്കിൽ പരമോന്നത നീതിപീഠം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനും കാവൽക്കാരനും ആരാണ്? സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? ആരുടെ? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 5ാമത്തെ ഭാഗമാണ്. പിന്നെ നമ്മൾ നേരത്തെ 2 സംരക്ഷകൻ പറയും. ഖജനാവിന്റെ കാവൽക്കാരൻ ആരാണ്? ഖജനാവിന്റെ കാവൽക്കാരൻ ഇവിടെ CAG ആണ്. മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ ആരാ? UPSC ആണ്. ഓക്കെ. ഇനി ഇന്ത്യക്ക് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? 124. ഏത് നിയമം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതിയാണ് എന്തായി മാറിയത്? 1950 സുപ്രീം കോടതിയായി മാറിയത്. ഓക്കെ. ഏത് ഡേറ്റില്? 1950 ജനുവരി 28. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. സുപ്രീം കോടതി അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് മോനെ? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ഏതാണ്? യഥോ ധർമ്മ സ്തതോജയ. യഥോ ധർമ്മ സ്തതോജയ. ഇതോ ധർമ്മസ്ഥതോ ചെയ്യ. ഞാൻ പറഞ്ഞുതരാം. കല്യാണ രാമെല്ലാം കണ്ടേണ്. അങ്ങനെയല്ല. ഏതോ ധർമ്മസ്ഥത. സലിംകുമാറല്ല, ദിലീപാണ് പറയണത്. ദിലീപ്. അങ്ങനെയല്ലേ അമ്മാവാ എന്നും കണ്ട് ചോദിക്കും. ഏതോ ധർമ്മസ്ഥതോ ചെയ്യാ. ഓർത്ത് വെച്ചോണം കേട്ടോ. ഏതോ ധർമ്മ പറഞ്ഞാണ്. ഏതോ അല്ല, ഏതോ ധർമ്മ. ഏതോ ധർമ്മ സ്തതോജയ. ഏതോ ധർമ്മ സ്തതോജയം. ഓക്കെ. ശരി. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം ഏതാ? അമ്മയും കുഞ്ഞും. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനമാണ് തിലക് മാർഗ്, ന്യൂഡൽഹി. അങ്ങ് ഡബ് ചെയ്തങ്ങ് വിടുകയാണ്. ശബ്ദമില്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? തിലക് മാർഗ് തന്നെ പറഞ്ഞത്. ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്ന ആരാ? പാർലമെന്റ്. ഇത്രയും ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഓക്കെ. റിവിഷൻ സമയം വേണ്ടല്ലോ. ഒന്ന് റിവിഷൻ ചെയ്യണം. പോസിറ്റ് പറ. സുപ്രീം കോടതി ആർട്ടിക്കിള് 124 മുതൽ 147 വരെ എന്തിന്റെയൊക്കെ സംരക്ഷകൻ? ഭരണഘടന സംരക്ഷകൻ കാവൽക്കാരെ. മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ UPSC. ഖജനാവിന്റെ CAG. ഓക്കെ. എടാ, ഏത് ഭാഗത്തിലാണ് പറയുന്നത്? സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ വകുപ്പ് ഏതാ? 124. പറ. ഏത് നിയമം?
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഏത് വർഷം? 1937 ഫെഡറൽ ഫെഡറൽ സുപ്രീം കോടതി എവിടെ സ്ഥാപിച്ചു? ന്യൂഡൽഹിയിൽ. അത് 1950 സുപ്രീം കോടതിയിൽ വന്നു. ഓക്കെ, സുപ്രീം കോടതിക്ക് അധികം ലഭിക്കുന്ന എവിടെ നിന്ന്? അവിടെ സുദർശന, സുപ്രീം കോടതി ആപ്തവാക്യം യഥോ ധർമ്മ സ്തതോ ജയ. ഓക്കെ, സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം ഏതാ? അമ്മയും കുഞ്ഞും. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം തിലക് മാർഗ് ന്യൂഡൽഹി. സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്ന ആരാ? പാർലമെന്റ്. ഓക്കെ, ഇവിടെ 1950 സുപ്രീം കോടതി നിലയിൽ വന്നപ്പോൾ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നറിയോ? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാർ. എത്രയാണ്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്രയാണ്? 8 ജഡ്ജിമാർ. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയെന്നറിയാവോ? 34. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34. മനസ്സിലായോ? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്രയാണ്? 34. 1950 നിലയിൽ വന്നപ്പോൾ എത്രയായിരുന്നു പിള്ളേരെ? 8 ആയിരുന്നു. എന്നാൽ 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്രയാണ്? 34. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ് പിള്ളേരെ? രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുന്നിലാ? നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? നീയൊക്കെ പോയി ആയിക്കൊന്ന് പറഞ്ഞുകൊണ്ടേ ചെയ്യുന്നത് അല്ല. എന്താ ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കും. മനസ്സിലായോ? അപ്പം സുപ്രീം കോടതി ജഡ്ജിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഇനി രാഷ്ട്രപതി ഇല്ലെങ്കിൽ ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതി ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ വേണം, രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. മനസ്സിലായ? രാഷ്ട്രപതി ഇല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. അത് ഉപരാഷ്ട്രപതിയാവാം, അദ്ദേഹം പറയുന്ന ആരും ആവാം. മനസ്സിലായ? അപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിലാണ് സുപ്രീം കോടതി ജഡ്ജിമാർ എന്ത് ചെയ്യുന്ന പിള്ളേരെ? സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ആളുടെ മുന്നിൽ. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്ന ആർക്കാ? സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് കൊടുക്കേണ്ട ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു പിള്ളേരെ? 1950 നിലവിൽ വന്നപ്പോൾ എത്ര ജഡ്ജിമാർ? 8, ഇൻക്ലൂഡിങ് ജസ്റ്റിസ്. ഓക്കെ, അടുത്ത് 2019 ഭേദഗതി പ്രകാരം അത് എത്രയാക്കി മാറ്റി? 34 മാറ്റി. അതായത് എങ്ങനെ? ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിൽ, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുടെ മുന്നിലാണ്. കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്ന ആർക്കാ? രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെന്റ്. പേര് പറഞ്ഞേ, ഇംപീച്ച്മെന്റ്. അപ്പം സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തെ പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെന്റ്. എന്താണ് പിള്ളേരെ? ഇംപീച്ച്മെന്റ്. ഓക്കെ, ശരി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക നിയമമുണ്ട് കേട്ടോ. അതാണ് ജഡ്ജസ് ആക്ട് 1968. ഏതാണ്? ജഡ്ജസ് ആക്ട് 1968. പറ, ജഡ്ജസ് ആക്ട് 1968. ഓക്കെ, ശരി. അപ്പം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് നിയമമാണ്? ജഡ്ജസ് ആക്ട് 1968. പറ, ജഡ്ജസ് ആക്ട് 1968. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം എന്താ? എങ്ങനെയാ ഇത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട്, തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അതായത് ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ തെറ്റായൊരു കാര്യം ചെയ്തൊന്ന് തെളിയിക്കപ്പെടണം. ആരോപണം മാത്രം പോലെ തെറ്റായൊരു കാര്യം ചെയ്തൊന്ന് എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ അപ്രാപ്തി എന്ന് വെച്ചാൽ എന്താണ്? പ്രാപ്തിയില്ല. അതായത് ഒരു കാര്യം കൃത്യമായി കാര്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി ഇല്ലെങ്കിലും എന്ത് ചെയ്യും? പുറത്താക്കും. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ് പിള്ളേരെ? തെളിയിക്കപ്പെട്ട ദുർവൃത്തി. അതായത് ഒരു തെറ്റായ കാര്യം ചെയ്തു ഒന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ നിന്നെ കൂടെ ഒന്നേ ഇമ്പി ചെയ്യണല്ലേ? ഇവിടെ ഡെയിലി ഒരു 3 എണ്ണം വെച്ച് ചെയ്യും. 3 എണ്ണം അത് തെളിയുകയും ചെയ്യും. രാത്രി ആകുമ്പോഴേ, ഉച്ചയ്ക്ക് ചെയ്യണത് രാത്രി ആകുമ്പോൾ തെളിയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇവനാണ് കൂടുതൽ. നിനക്കാണ് ഇവിടെ തെളിയിക്കപ്പെട്ട ദുർവൃത്തികൾ കൂടുതൽ. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര മൂടി വെച്ചാലും അന്ന് രാത്രി തെളിയും. നിന്റെ തന്നെ ഉണ്ടാണ് തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലേ? ഓക്കെ, അപ്പൊ തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി. ബൂസ്റ്റ് ആയിക്കൊണ്ട് അപ്പൊ ഉണ്ട് കണ്ട, ഇത്രേ ഉള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇനി ഏതാണെന്ന് രാത്രി ആകുമ്പോഴും പറഞ്ഞു തരും. ഉണ്ട് വിളിക്കുന്നു തെളിയിക്കാം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിന്റെ പേരെന്താണ്? ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം
ജഡ്ജസ് ആക്ട് 1968. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്താ? തെളിയിക്കപ്പെട്ട ദുർബലത്തി അല്ലെങ്കിൽ അപ്രാപ്തി. പ്രാപ്തി ഇല്ലെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. എന്താണ് പ്രാപ്തി ഇല്ല? ഇപ്പൊ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്കില്ലെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രാപ്തി ഇല്ലെന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ലെന്നാണ്. നിങ്ങൾ കുത്തി പറയണല്ല, ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? അല്ല, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യണമെങ്കിൽ അത് പാർലമെന്റിലാണ് അത് അവതരിപ്പിച്ച് എന്ത് ചെയ്യുന്നത്? പിള്ളേരെ നീക്കം ചെയ്യുന്നത്. മനസ്സിലായി? ഇംപീച്ച്മെന്റ് നടപടിക്രമം ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ലോകസഭയിൽ അത് അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100 അംഗങ്ങളുടെ പിന്തുണ വേണം. മനസ്സിലായ? ലോകസഭയിലാകെ അംഗസംഖ്യ എത്രയാണ്? ഇപ്പോഴത്തെ അംഗസംഖ്യ 543 എത്രയാണ്? 543 നിലവിലെ അംഗസംഖ്യ. അതിൽ 100 അംഗങ്ങളെങ്കിലും അംഗീകരിച്ചാൽ മാത്രമേ, 100 അംഗങ്ങളെങ്കിലും പിന്തുണച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം എവിടെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ? ലോകസഭയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? രാജ്യസഭയിൽ 50. മനസ്സിലായ? അപ്പോൾ ലോകസഭയിൽ 100 അംഗങ്ങൾ പിന്തുണയ്ക്കണം. രാജ്യസഭയിൽ എത്ര അംഗങ്ങൾ? 50 അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? അപ്പൊ ലോകസഭയിൽ എത്ര അംഗീകരിക്കണം? 100 പേര്. രാജ്യസഭയിൽ എത്ര അംഗീകരിക്കണം? 50. ഓക്കെ, ശരി. അടുത്ത്, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം. കേട്ടോ, അപ്പം ഞാൻ പറഞ്ഞു 100 പേര് അംഗീകരിച്ചാൽ മാത്രമേ ലോകസഭയിലും 50 പേര് അംഗീകരിച്ചാൽ മാത്രമേ എവിടെ? രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അവതരിപ്പിക്കുന്നത് തന്നെ 100 പേരുടെയും 50 പേരുടെയും അംഗീകാരം വേണം. ഇനി അത് പാസ്സാക്കണമെങ്കിൽ സഭയിൽ വോട്ട് ചെയ്യുന്നവരിൽ, കേട്ടോ, സഭയിൽ വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം. എന്താണ്? 2/3 ഭൂരിപക്ഷം വേണം. മനസ്സിലായ? അപ്പോൾ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ എത്ര ഭൂരിപക്ഷം വേണം? 2/3 ഭൂരിപക്ഷം വേണം. മനസ്സിലായ നിങ്ങൾക്ക്? 100 പേര് അംഗീകരിച്ചാൽ മാത്രമേ ലോകസഭയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? 50 പേര് അംഗീകരിച്ചാൽ മാത്രമേ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് പാസ്സാവണമെങ്കിൽ എന്തായിരിക്കണം? വോട്ട് ചെയ്തതിൽ 2/3 ആൾക്കാർ എന്ത് ചെയ്യണം? അവിടെ അംഗീകരിക്കണം. ഓക്കെ, പാസ്സാക്കണം. ശരി. അപ്പോൾ ഈ ഭൂരിപക്ഷം ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. മനസ്സിലല്ലേ? മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും പറയില്ല, കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേരെ. അടുത്ത്, സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്നറിയാമോ? ഏതാ? 124 ഏതാണ്? 124 സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? പറ 124 ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണെന്നറിയാവോ? അറിയോ? ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമി. പറ, ജസ്റ്റിസ് വി രാമസ്വാമി. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. പറയടാ, ജസ്റ്റിസ് വി രാമസ്വാമി. ഏത് വർഷം എന്നറിയോ? അറിയാം. അങ്ങനെ 1993 ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. ഏത് വർഷം? 1993. ലോകസഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് ആര്? അതും കണ്ടതല്ലേ? ജസ്റ്റിസ് വി രാമസ്വാമി. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണ് പിള്ളേരെ. ശരി, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് നേരിട്ടുള്ള ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമി. ഓക്കെ, ലോകസഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് സൗമിത്ര സെൻ. അതാണ് സൗമിത്ര സെൻ. ആരാണ്? സൗമിത്ര സെൻ. ജസ്റ്റിസ് സൗമിത്ര സെൻ. ഓക്കെ, 2011 കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. മനസ്സിലായി? സുപ്രീം കോടതി ജഡ്ജിയല്ല, കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായ പിള്ളേരെ. ഇപ്പോൾ 2011 ജസ്റ്റിസ് സൗമിത്ര സെന്നാണ് രാജ്യസഭയിലെ ഇംപീച്ച്മെന്റിന് നേരിട്ട ജഡ്ജി. ഓക്കെ, ശരി. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ലോകസഭയിൽ. ഓക്കെ, ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടിക്രമം നേരിട്ട വ്യക്തിയാണ് ആര്? വി രാമസ്വാമി. ഓക്കെ, അപ്പൊ പറ, 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8. എന്തുൾപ്പെടാ? ജസ്റ്റിസ് ഉൾപ്പെടെ. 2019 ഭേദപ്രകാരം 34. ആരുൾപ്പെടെ? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 34. ചീഫ് ജസ്റ്റിസ് കൂടാതെ ജഡ്ജിമാരുടെ എണ്ണം 30. അത് മാറിപ്പോവല്ലേ?
ഓക്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാ? രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ കൊടുക്കുന്ന ആരാ? രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ആള്. ഓക്കെ, ഒരു വ്യക്തി ഏതൊരു അദ്ദേഹം. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇംപീച്ച്മെന്റ്. അപ്പൊ ഇപ്പൊ നമുക്ക് ആർട്ടിക്കിൾ പറഞ്ഞു പോവാം. ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 124 ബ്രാക്കറ്റിൽ 4 129 ശ്രദ്ധിക്കുക തന്നെ. 124 സുപ്രീം കോടതി ജഡ്ജിമാരെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ഏത്? ജഡ്ജസ് ആക്ട് 1968. പറ, ജഡ്ജസ് ആക്ട് 1968. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്താണ്? തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളെ പിന്തുണ വേണം? 100 അംഗങ്ങൾ. എത്ര അംഗങ്ങൾ? 100 അംഗങ്ങൾ. രാജ്യസഭയിലാണെങ്കിൽ 50 അംഗങ്ങൾ. ഓക്കെ, ഇതിന് ഭൂരിപക്ഷം എങ്ങനെയാണ്? ഇത് പാസ്സാവണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുറയാനും പാടില്ല. കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. ഓക്കെ, ശരി. ഈ കേവല ഭൂരിപക്ഷത്തിൽ എന്താണ്? പകുതിയിൽ കൂടുതൽ. മനസ്സിലായില്ലേ? പകുതിയിൽ കൂടുതലാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പം മൊത്തം സഭയുടെ അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാൻ പാടില്ല ഇത്. ഇപ്പം സഭയിൽ ഹാജരായ ആൾക്കാർ വോട്ട് ചെയ്തതിൽ അതിൽ എത്ര ശതമാനം ആൾക്കാർ വേണം? അല്ലെങ്കിൽ എത്ര ഭാഗം വേണം? 3/2 ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പം അംഗീകരിക്കണം. എന്നാലേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ഇത് പാസ്സാകത്തുള്ളൂ, ഈ ഇംപീച്ച്മെന്റ്. മാത്രമല്ല, ആ അംഗീകരിച്ച ആൾക്കാരുടെ എണ്ണം സഭയുടെ മൊത്തം കേവല ഭൂരിപക്ഷത്തിൽ എന്തായിരിക്കണം? കുറയാനും പാടില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പം സഭയുടെ മൊത്തം ഇപ്പം നമുക്ക് പറയാം ഈ 543 എന്ത് നമ്മുടെ ലോകസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ. അപ്പം കേവല ഭൂരിപക്ഷം എത്ര വരും? 250 250 വരും. എത്ര വരും കേവല ഭൂരിപക്ഷം? 272. മനസ്സിലായി? 272. കറക്റ്റാണല്ലോ അല്ലേ? അപ്പം അത് വേണം. സഭയിൽ ഹാജരായി വോട്ട് കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിള്ളേർ കുറച്ച്. ഓക്കെ, നോക്കാം. 272 270 540 540 കറക്റ്റാണ്. പണ്ടൊരു സാധനം ആ ബോർഡ് ബാക്കിൽ കാണാൻ തൂക്കിയിട്ടിരിക്കണത്. എൻ്റെ ക്ലാസ്സിലേ എവിടെ ക്ലാസ്സിലായിരുന്നു? നീ എന്നെ മണ്ടേ കൊണ്ടുപോയി. ഞാനമ്മ ചാഞ്ഞിരിക്കുന്ന മരം ഓടി ഒന്ന് കയറല്ലേ പെട്ടെന്ന്. ക്ലിയർ ആണല്ലോ? അപ്പം അത് തന്നെ മനസ്സിലായ. അതായത് ഈ 3/2 എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് പകുതിയിൽ കൂടുതൽ. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ കേവല ഭൂരിപക്ഷം, നിയമസഭയിലെ കേവല ഭൂരിപക്ഷം എത്രയാണ്? 71. കാരണം 140 സീറ്റ് 71 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കേവല ഭൂരിപക്ഷം. പകുതി +1. ഉറക്കം വരുന്നുണ്ടോ? എന്നാൽ കണ്ണീർ ഊത്തിപ്പൊട്ടിക്കും കേട്ടോ. ശരി. ശരി, അപ്പോൾ അത് മനസ്സിലായത് നിങ്ങൾക്ക്? ശരി. അപ്പോഴേ ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. വർഷം 1993. ലോകസഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വി രാമസ്വാമി. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് സൗമിത്രിയ സെൻ. ഏത് വർഷം? 2010. ഇവർ എവിടത്തെയാ? കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ഓക്കെ, ശരി. അപ്പം അത്ര മനസ്സിലായല്ലോ. ചോദിക്കട്ടാ? സുമിന പോസിറ്റീവ് പഠിക്കട്ടെ. നീ തുടങ്ങിക്കോ. 1950 സുപ്രീം കോടതി നിലയിൽ വരുന്നപ്പോൾ എത്ര? നീ ഉത്തരം തന്നെ പറ. 8. 2019 ഭേദഗതിയിലൂടെ നിലവിലത് ചീഫ് ജസ്റ്റിസ് 30. നിയമിക്കുന്നത് രാജിക്കത്ത് കൊടുക്കുന്നത് എല്ലാ രാഷ്ട്രപതി, അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന ഒരാളായിരിക്കും രാജിക്കത്തല്ല സത്യപ്രതിജ്ഞ. ഓക്കെ, അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ എടുക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ഒരാൾ. ഓക്കെ, ഇത് അവിടെ എവിടെ നടത്തിയത്? അഹല്യയുടെ അടുത്തല്ലേ? ശരി. അടുത്ത് ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നുള്ള നടപടിക്രമത്തിൻ്റെ പേരെന്താ? ഈ ഇവിടെ നീക്കം ചെയ്യുന്ന ആ നടപടിക്രമം പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 124. ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാ? ജഡ്ജസ് ആക്ട് 1968. അവിടെ അനലക്ഷ്മി, സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള കാരണം? തെളിയിക്കപ്പെട്ട ദുർവൃത്തിയും അപ്രാപ്തിയും. ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് പ്രമേയം ലോകസഭയിൽ അതിലേക്ക് എത്ര വരെ അംഗീകരിക്കണം? 100. രാജ്യസഭയിലാണെങ്കിലോ 50. ഓക്കെ. ഇത് പാസ്സാകണമെങ്കിൽ എത്ര ഭൂരിപക്ഷം വേണം? 3/2 ഭൂരിപക്ഷം വേണം. ഈ ഭൂരിപക്ഷം
അങ്ങനെയല്ല, സഭയിലെ ആകെ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാൻ പാടില്ല ഈ 3-2 പറയുന്നത്. മനസ്സിലായ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഇവിടെ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ ബാക്കിൽ ബാക്ക് ബെഞ്ച് നിങ്ങൾ സ്ഥിരം ബാക്ക് നാളെ തൊട്ട് ആ ബാക്ക് ബെഞ്ച് പിടിച്ച് ഫ്രണ്ട് എഴുതണം കേട്ടാ. അങ്ങ് ചാരി ഇങ്ങ് കാറ്റെ കൊണ്ട് ഇരിക്കുകയാണ് അങ്ങ് നടു വയ്യ. ഓക്കെ, അതുകൊണ്ട് എവനും വയ്യല്ല, നടുവും വയ്യ, കാല് വയ്യ, അവിടെ അതുല്യ. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജി ആരാ? ഏത് വർഷം? ഓക്കെ, അവിടെ ആര്യാ? ഇദ്ദേഹം രാജ്യസഭയിലോ ലോകസഭയിലോ? ലോകസഭ. രാജ്യസഭയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് വിധേയനായ ജഡ്ജി ആരാ? ജസ്റ്റിസ് സൗമിത്ര സെൻ. ഓക്കെ, എവിടത്തെ ആയിരുന്നു? കൊൽക്കത്ത. ഓക്കെ, എടാ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് പിള്ളേരെ? 65 വയസ്സാണ്. 65 വയസ്സാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശരിയാ തെറ്റെന്ന് പറയണം. വിരമിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ശരിയാണ് തെറ്റാണ്? സുപ്രീം കോടതി നിന്നൊക്കെ വിരമിച്ച ആളല്ലേടേ? ഓക്കെ, വിരമിച്ച ശേഷം എന്റെ ചോദ്യം ഇതാണ്, വിരമിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ആരൊക്കെ അനുകൂലിക്കുന്നു? അപ്പം അനുകൂലിക്കുന്ന ആൾക്ക് കൈവെക്കുക. ഇവിടെ ഇപ്പം 3 കൈവെക്കിയിട്ടുണ്ട്, വേറെ കൈവെക്കിയിട്ടില്ല. സുദർശന, ആസ് യൂഷ്വൽ സുദർശന, ഗോപിക, 5 പേര് അനുകൂലിക്കും. വിരമിച്ച ആളെ പിന്നെ ഇപ്പൊ വിളിച്ചോണ്ട് വരും. ഇവിടെ വിരമിച്ച് അത് തന്നെ. പിന്നെ എവിടെ പോയി? ഒരു കോടതിയിലും പറ്റത്തില്ല. മന്ദവതി പിള്ളേരൊക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ട് കൈയും കാലും പൊക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതിയിലെ ഒരു വിരമിച്ച ജഡ്ജിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിയെയോ താൽക്കാലിക അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കാം. എടാ അതെന്തായിരുന്നു? ഒരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്. സുപ്രീം കോടതി ഇപ്പം ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നീ വിരമിച്ചു, കാരണം നീ എന്നെ പ്രായമുള്ള ആളാണ്. അതെ, ക്ലാസ് അവിടെ ചേട്ടൻ വിളിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിരമിച്ച ജഡ്ജി, നീ വിരമിച്ച ജഡ്ജിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഹൈക്കോടതി വിരമിച്ച ജഡ്ജി. ഓക്കെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്താണ്? താൽക്കാലിക അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റൂല. എത്ര പറയുന്നത്? എന്നാൽ അത് പറ്റും കേട്ടോ, അത് പറ്റും. അതായത് താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ നിയമിക്കാം. പക്ഷെ വേറെ ഒരു കോടതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. വേറെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? നിയമിക്കാം. ഓക്കെ, ശരി. ഇനി അടുത്ത് രാഷ്ട്രപതിയുടെയും വ്യക്തിയുടെയും മുൻകൂർ സമ്മതത്തോടെ മാത്രമേ ചീഫ് ജസ്റ്റിസിനെ ഇത്തരത്തിൽ നിയമിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പം എനിക്ക് ചുമ്മാ നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിയമിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് രാഷ്ട്രപതിയുടെ സമ്മതം വാങ്ങണം. മനസ്സിലായോ? അപ്പം ഞാൻ ആരാണ്? ചേട്ടല്ല, ഞാൻ അദ്ദേഹം. ഞാൻ സുപ്രീം കോടതി ജഡ്ജി. ഇവൻ വിരമിച്ച ജഡ്ജി, ഇവയല്ല ഇദ്ദേഹം വിരമിച്ച ജഡ്ജി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ എനിക്ക് താൽക്കാലികമായി നിയമിക്കണമെങ്കിൽ ആരെയൊക്കെ അനുവാദം വേണം? രാഷ്ട്രപതിയുടെയും അനുവാദം വേണം. അതുപോലെ ഇദ്ദേഹത്തിന്റെ വ്യക്തിയുടെ അനുവാദം വേണം. അതായത് രാഷ്ട്രപതിയും സമ്മതിക്കണം, നീയും സമ്മതിച്ചാൽ നീയല്ല താങ്കൾ സമ്മതിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? താങ്കൾ സമ്മതിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിയമിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിന്നെ ഞാൻ നിയമിക്കും കേട്ടോ. സാധിക്കുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഇത്ര മനസ്സിലായി. അപ്പൊ ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു. എന്താ പഠിച്ചു? വിരമിച്ച ആൾക്ക് വേറെ ഒരു കോടതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതിയിൽ ഒരു വിരമിച്ച ജഡ്ജിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ എവിടെ നിയമിക്കാം? സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാം. ഓക്കെ, അതിന് ആരുടെയൊക്കെ അനുവാദം വേണം? രാഷ്ട്രപതിയുടെയും വ്യക്തിയുടെയും അനുവാദം ആവശ്യമാണ് കേട്ടോ. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാ? 2,80,000. എത്രയാണ് പിള്ളേരെ? 2,80,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണ്? 2,80,000. എത്രയാണ്? 2,80,000. അപ്പൊ ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണ്?
അതിന് 2,80,000. ആ ചീഫ് ജസ്റ്റിസ് ശമ്പളം 2,80,000. ഓക്കെ, ജഡ്ജിമാരുടെ ശമ്പളം എത്രയാണ്? 2,50,000. ആ ജഡ്ജിമാരുടെ ശമ്പളം 2,50,000. അത് 80. ചീഫ് ജസ്റ്റിസിന് എത്ര? 80. 280. ഓക്കെ, ജഡ്ജിമാർക്ക് എത്ര? 250. ഓക്കെ, 2,50,000. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും പെൻഷൻ ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ്? കണ്ണീർ നോക്കി ഉത്തരം കേട്ടോ. 50%. എത്രയാണ്? 50%. നല്ലൊരു പോളൊക്കെ ഇട്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി തന്ന സാധനം. 50. അത് നോക്കിയിട്ട് മറച്ചു വെക്കട്ടെ. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും പെൻഷൻ ശമ്പളത്തിന് എത്ര ശതമാനമാണ്? 50% പെൻഷൻ. 50%. അതായത് നീ വലിയ കണക്ക് സാറല്ലേ? 1,40,000. ചോദിക്കും, നിനക്ക് അറിയല്ലേ? അത് പെൻഷൻ എത്ര കിട്ടും പിള്ളേരെ? 50% പകുതി കിട്ടും. ഓക്കെ, അടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് പഠിച്ചു വെച്ചാൽ പിള്ളേർ. ഇത് എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. മനസ്സിലായ? അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. പറ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. പറ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 266. 266 ഒന്നാണ് കേട്ടോ. 266 ഒന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. കേട്ടാ, നീ ഇങ്ങനെ ഇരി, വിരമിച്ച ജഡ്ജിയാണ് അവന്, അതുപോലെ പറഞ്ഞത്. കൺസോളിഡേറ്റഡ് ഫണ്ട് എത്രയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 266 ഒന്നാണ് പറയുന്നത് കേട്ടോ. 266 ഒന്നിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഉണ്ട്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതി ഇലക്ഷൻ എന്താണ്? പ്രത്യക്ഷമാണോ പരോക്ഷമാണോ? ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. അതായത് സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് എന്തല്ല? ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അപ്പൊ ഈ ഇലക്ഷനിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്ന ആരാ? സുപ്രീം കോടതി. നീട്ടി പോണ സുപ്രീം കോടതി, അത്രേ ഉള്ളൂ. മനസ്സിലായ? അപ്പൊ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്ന ആരാണ് പിള്ളേരെ? സുപ്രീം കോടതി. ആരാണ്? സുപ്രീം കോടതി. നമുക്ക് 2 ചോദ്യം പഠിച്ച് നിന്ന സെക്ഷൻ നമുക്ക് മതിയാക്കാം. ബാക്കിയെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ആണല്ലോ? ആ 2 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പിള്ളേരെ. ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കുന്നത്? നമ്മളെന്താ പഠിച്ചത്? രാഷ്ട്രപതിയും സുപ്രീം കോടതിയും തമ്മിൽ എന്താണെന്ന്? 143 ആണെന്ന് പഠിച്ചായിരുന്നു. 143 എന്താണെന്നറിയോ? അകലേക്ക് അറിയത്തില്ല. 143 ലിജയ്ക്ക് അറിയോ? എന്താണ് 143? അകലേ പറഞ്ഞെന്ന് ലിജ നിന്റെ അടുത്ത് പറഞ്ഞാ? ഓക്കെ, ഇവിടെ ആൻസി അറിയോ എന്താണ് 143 എന്ന്? ഓ, ഇതാണെന്ന് പറയാം. വീഡിയോ പറഞ്ഞു, കുഴപ്പമില്ല. ഐ ലവ് യു, അത്രയുള്ള. എടാ, നമ്മൾ പണ്ട് ഞാൻ മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യു ആണ് നമ്മൾ ഈ ഷോർട്ടാക്കി 143 എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിയും ആരും തമ്മിൽ, രാഷ്ട്രപതി തമ്മിൽ 143 എന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. അതായത് രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ ഉപദേശം ചോദിക്കുന്ന ഏത് ആർട്ടിക്കിൾ പവർ വെച്ചിട്ടാണ്? 143 പ്രകാരമാണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് ചോദ്യം. ഭരണഘടനാ അനുച്ഛേദം 145-3 കേട്ടോ. ഭരണഘടനാ അനുച്ഛേദം 145-3 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 5. അതെന്നറിയാം, നോക്കി എഴുതിയിട്ടല്ല. ഓക്കെ, അപ്പം നമ്മൾ മോള് പറയാനായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ ഭരണഘടന അനുച്ഛേദം 145-3 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസിൽ, അതായത് രാഷ്ട്രപതി ഉപദേശം ചോദിക്കുന്ന കാര്യത്തിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് പിള്ളേരെ? 5. എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ അത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്ക പ്രായം എത്ര? 65. വിരമിച്ച ശേഷം ഈ സുപ്രീം കോടതി ജഡ്ജിക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിചാരിക്കുകയാണെങ്കിൽ
വിരമിച്ച ഒരു സുപ്രീം കോടതി ജഡ്ജിയെയോ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയെയോ താൽക്കാലികമായി എന്ത് ചെയ്യാം, സുപ്രീം കോടതി ജഡ്ജി ആക്കാം. ഓക്കെ, ശരി. അതിന് ആരൊക്കെ അനുവദിക്കണം? രാഷ്ട്രപതിയും ആ വ്യക്തിയും അനുവദിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണ്? 2,80,000. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എത്രയാണ്? 2,50,000. ഈ പെൻഷൻ എത്ര ശതമാനമാണ്? 50% പെൻഷൻ ലഭിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരുടെയും ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിക്കുന്ന ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അത് ഏത് ആർട്ടിക്കിൾ പറയുന്നു? 266(1) പറയുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി. എവിടെയാണ്? സുപ്രീം കോടതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്, അവിടുത്തെ നമ്മൾ പഠിച്ച ഭരണഘടന ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അനുവാദം ചോദിക്കുന്നത്? അനുവാദമല്ല, ഉപദേശം ചോദിക്കുന്നത്. 143. ഭരണഘടന അനുച്ഛേദം 145 3 പ്രകാരം പ്രസിഡൻഷ്യൽ റെഫറൻസിൽ വാദം കേൾക്കുന്നതിന് എത്ര ജഡ്ജിമാർ വേണം? 5 ജഡ്ജിമാർ. ഓക്കെ, ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. ശരി. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ചോദിക്കണം. ഇപ്പോൾ ലാസ്റ്റ് പഠിപ്പിച്ചതൊക്കെ. ഓക്കെ, ചോദിക്കട്ടോ. ബോസത്തിന് എത്രയാണ് വിരമിക്ക പ്രായം? 65 വയസ്സ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ശമ്പളം എത്ര? ജഡ്ജിൻ്റെ 2,50,000. ഓക്കെ. എടാ, ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ഏത് ഫണ്ടിൽ നിന്നാണ്? ഷമീം പറഞ്ഞേ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അവിടെ സുദർശന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 266(1). സുബിനെ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്ന ആരാ? സുപ്രീം കോടതി. ഓക്കെ. അവിടെ ആൻസി ഭരണഘടന അനുച്ഛേദം 145 3 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ വാദം കേൾക്കാൻ ഉണ്ടായിരിക്കേണ്ട ജഡ്ജിമാരുടെ ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ എത്ര പേര് വേണം? 5 പേര് വേണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമുക്ക് നാളെ പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. ശരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ടോപ്പ് മാർക്കുകൾ ആരൊക്കെയെന്ന് നോക്കാം. അതിനുമുമ്പ് ഇന്ന് പരീക്ഷയുണ്ട്. ഓക്കെ, പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പരീക്ഷ ക്വസ്റ്റ്യൻ എടുത്തേ. സുബിനെ പഠിച്ചിട്ടേ എഴുതിക്കോ. ഒന്നാം ചോദ്യം, കടലിനെ കുറിച്ചുള്ള പഠനം. പേടിക്കും. രണ്ടാമത്തെ ചോദ്യം, 2023 സമുദ്രദിനത്തിൻ്റെ പ്രമേയം. 2023 സമുദ്രദിനത്തിൻ്റെ പ്രമേയം. മൂന്നാം ചോദ്യം, സമുദ്രജലത്തിൻ്റെ ശരാശരി ഊഷ്മാവ്. നാലാമത്തെ ചോദ്യം, സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ്. ആറാമത്തെ ചോദ്യം, ഒരു ഫാത്തം എത്ര മീറ്ററാണ്? ഏഴാമത്തെ ചോദ്യം, തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? എട്ടാമത്തെ ചോദ്യം, ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഒൻപതാം ചോദ്യം, ക്ലോറിൻ വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? ഏത് വാതകമാണ്? അടുത്തത്, അമോണിയയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പതിനൊന്നാമത്തെ ചോദ്യം, ദൂരത്തിൻ്റെ യൂണിറ്റ്. 12ാം ചോദ്യം, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്.
ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. 11ാം ചോദ്യം ദൂരത്തിൻ്റെ യൂണിറ്റ്. 12ാം ചോദ്യം ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. 13ാം ചോദ്യം റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ. എഴുതിയാ? 14ാം ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസർ റിസർച്ചിൻ്റെ ആസ്ഥാനം. അടുത്ത 15ാം ചോദ്യം ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം. എഴുതിയ? 16ാം ചോദ്യം സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ട്രെയിനിങ് സെൻറ്റർ. ഓക്കെ, അതിൻ്റെ ആസ്ഥാനം. ഓക്കെ, സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം. ഇതിനെ പഠിപ്പിച്ച വലിയ എഴുതുന്ന അപ്പോൾ എഴുത്. അടുത്ത് അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? 17ാം ചോദ്യം അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എഴുതിയ? 18ാം ചോദ്യം ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? 19ാം ചോദ്യം 3 വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? 3 വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ലാസ്റ്റ് ചോദ്യം ഇനൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? 20ാം ചോദ്യം ഇനൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, എഴുതിയില്ല? ശരി, ക്ലിയർ ആണ്? ഉത്തരം നോക്കാം. പാസ് ചെയ്തേ. അവിടെ ചോദിക്കട്ടാ, കടലിനെ കുറിച്ചുള്ള പഠനം എന്താടാ? തലാസോഗ്രഫി. 2023 സമുദ്രത്തിൻ്റെ പ്രമേയം എന്താ? അങ്ങ് തള്ളി ഇവിടെയാണ്. ഇവിടെ പറടാ. പ്ലാനറ്റ് ഓഷൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. അവിടെ ഷമീമ സമുദ്രജലത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര? 17 ഡിഗ്രി സെൽഷ്യസ്. സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് സുബിനെ? എക്കോ സൗണ്ടർ, സോണാർ, പാത്തോമീറ്റർ. സുദർശന സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? നോട്ടിക്കൽ മൈൽ. അവിടെ ആൻസി ഒരു ഭാഗത്ത് എത്ര മീറ്ററാണ്? 1.8 മീറ്റർ. ഓക്കെ. ഇവിടെ തീരപ്രദേശത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? അറിയോ? അകലേക്ക് ഇവിടെ ലിജയ്ക്ക് ഇവിടെ 200 ബാക്കി പറ. 200 നോട്ടിക്കൽ മൈൽ. കിലോമീറ്റർ അല്ല, നോട്ടിക്കൽ മൈലാണ്. അവിടെ ഗോപിക കാൻഡി ഫ്ലൂയിഡ്. ഓക്കെ. ക്ലോറിൻ വിഷബാധയ്ക്കുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാ? അവിടെ അനലക്ഷ്മി അമോണിയ. ശരി, അമോണിയയുടെ സാന്നിധ്യം പറയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? നെസ്ലേസ് റീഏജൻറ്റ്. അവിടെ ദൂരത്തിൻ്റെ യൂണിറ്റ് ഒന്ന് യൂണിറ്റ് പറഞ്ഞേ. പ്രകാശവർഷം. അവിടെ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് പറഞ്ഞേ. ഹെൻറി. അവിടെ റേഡിയോ ആക്ടിവിറ്റി യൂണിറ്റുകൾ പറഞ്ഞേ. അതില്ല, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ. റൂദർഫോർഡ്. അവിടെ ആര്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാ? കോഴിക്കോട്. നയന ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിറ്റ് എവിടെയാ? മണ്ണുത്തി. ഓക്കെ. സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്റർ എവിടെ? അറിഞ്ഞുകൂടി. ഇവിടെ എവിടെടാ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം
പഠിപ്പിച്ച് അവിടെ പറ. ചാലക്കുടി. ചാലക്കുടിയല്ല, കൊച്ചുവേളി. ഓക്കെ. അവിടെ ഷമീം, അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാ? ചാലക്കുടി. സുദർശന, ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാണ്? 1.852 കിലോമീറ്ററാണ്. ഓക്കെ. അവിടെ ആൻസി, 3 വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം ഏതാണ്? ഉൾക്കടൽ. ഓക്കെ. സുബിനെ, ഇനൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? സൂര്യൻ. ഓക്കെ. മാർക്ക് എഴുതിക്കോറേ. എഴുതിക്കോടെ. ഇവിടെ ജോവിന് എത്ര മാർക്ക്? പറ, ജോവിന് എത്ര മാർക്ക്? 18. ഇവിടെ 13. നിനക്ക് വേണമെങ്കിൽ പടി. ഇവിടെ നിനക്ക് എത്ര മാർക്ക്? 17. എല്ലാം അടിപൊളി പയ്യന്മാരാണ് കേട്ടോ. ഓക്കെ. ഷമീമിന് എത്ര മാർക്ക്? 17. സുബിന 15. നല്ല പഠിത്തം. അവിടെ സുദർശന 20. ഓക്കെ, ഒരാൾക്ക് ഫുള്ളുണ്ട്. അവിടെ ആൻസി 17. ഓക്കെ. ഇവിടെ അഹല്യ 13. 11. ഇവിടെ 14. അവിടെ ഗോപിക 20. അവിടെ 18. ഇവിടെ 20. ഓക്കെ. 20 ഉണ്ട്. അർച്ചന 20. അവിടെ രശ്മി 20. ഷംന 20. അവിടെ അതില്ല 20. ആര് 20. നയന 19. ഓക്കെ. ശരി. അപ്പോൾ എത്ര പേർക്ക് 20 ഉള്ളത്? 2, 4, 6 പേർക്ക് 20 ഉണ്ട്. ബാക്കി ഒറ്റയാണ് ഇതിൻ്റെ പഠിക്കാൻ വയ്യ. ശരി. കഴിഞ്ഞ പരീക്ഷ മാർക്ക് അത് എഴുതിയത് മാർക്ക് ഇങ്ങോട്ടത്തെ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് ഫുള്ളുള്ള കുട്ടികൾ: രഞ്ജിനി തലശ്ശേരി, സുമയ്യ ഹുസൈൻ, പൊന്നു പാലക്കാട്, ആതിര ഇ, നികിത, അതുൽ തൃശ്ശൂർ, രേവതി ആലപ്പുഴ, മിനി ശിവൻ കുമ്പടി, വിശ്വനാഥ് ആലപ്പുഴ, അഞ്ചു പേരാമ്പ്ര. ഇത്രയും പേർക്ക് ഫുൾ മാർക്കുണ്ട്. ഓക്കെ. ശരി. കൺഗ്രാസ് കുട്ടികളെ, നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ. ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ടാറ്റ.